السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನತೆ ಎಲ್ಲ ಭಾಗತಲು ಅಲ್ಲಾಹುರೇ ಸೂಕ್ಷಿಸಿಟ್ಟು ಜೀವನಾಕೊಂಡು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರ ಮರುಕಂಟೆ ಓರೋ ತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಟಿಲ್ಲ, ವಸೀಯತ್ ಹಾಕೊಂಟಿಲ್ಲ. ಜೀವನತೆ ಎಲ್ಲ ಘಟ್ಟത്തിലും അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശനത്തെ പാലനാക്കി ജീവനാക്കരെ യഥാർത്ഥ സത്യവിശ്വാസിമാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. കൃഷത്തെ സത്യവിശ്വാസിമാര്, ഇന്നത്തെ ഖുതുബത്തെ വിഷയ കബൂർ സിയാറത്തിന്റെ പേരിൽ ശോഷിക്കൽപ്പെട്ടുള്ള മുസ്ലിം സമുദായ ചൊല്ലി വിഷയത്തിക്കും. കൃഷത്തെ സത്യവിശ്വാസിമാര്, ഒരു മുസ്ലിം മരണപ്പെട്ടെങ്കിൽ അവനുക്ക് പോയിട്ട് കിടക്കുള്ള ഒരു പക്കമൈത്തിക്കറ് കബൂർ ചൊല്ലത്, ബർസഖിയായ ജീവന ചൊല്ലത് അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാട്ട് തന്നെ ദൈറ്റിക്കറ്. എത്ര വലിയ ആളായെങ്കും എത്ര ഐശ്വര്യത്തോടു കൂടി ജീവനാക്കിയെങ്കും അവസാനമായിട്ട് ഈ ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യൻ പിന്തിരിഞ്ഞു പോകുമ്പോ 3 പൂല് തുനിയുമായിട്ട് എത്തിക്കറ് അവൻ കടന്നു പോണ്ടത്. അങ്ങനെ ആ കബൂർ ചൊല്ല 6 അടി മണ്ണില് അവൻ മയ്യത്ര വെച്ചാൽ പിന്നെ കല്ല് മൂടിയാൽ പിന്നെ ആ കബറിന് മേലുള്ള ആൾമാര് അയാൾക്ക് ബൈനായിട്ട് തെല്ലിനേറെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പണ്ടോ. അപ്പൊ അങ്ങനെ ഒരുത്തനായിട്ട് പോയിട്ട് വർങ്ങുകുല്ലേ ഒരു പക്കമൈത്തിക്കർ ആ കബൂർ ജീവിതത്തെ ബൈനായിട്ട് അവിടെ നിങ്ങൾക്ക് സുഖ കിട്ടണുണ്ടായെങ്കിൽ ഈ ദുനിയാവിലോ മരിക്കറയ്ക്ക് മുന്നോലോ ഞങ്ങളെ ജീവനത്തെ ഒന്ന് പരിശോധന ആക്കണം. എങ്ങനെ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ള ചൊല്ലുള്ള പരിശോധന എത്തിക്കണു പ്രതി ഓർത്തട്ടി ബേനായത്. കാരണം എത്ര പിർസത്തെ പെഞ്ഞായെങ്കും മാപ്പിളായെങ്കും മക്കായെങ്കും എത്ര പിർസത്തെ ചങ്ങായിമാരായെങ്കും ആ കബൂറിൽ ഇന്തു തോലോ ನಾನು ನನ್ನ ಮಾಪ್ಲಡ ಮುಟ್ಟ ವರಂಗಡ ಅಲ್ಲೇ ನನ್ನ ಪೆഞ്ഞായിടെ ಮುಟ್ಟ ನಾ ವರಂಗಡ ಚೊಂತು ಅಲ್ಲೇ ನನ್ನ ಚಂಗಾಯಿಡೆ ಮುಟ್ಟ ನಾ ಪೋಯ್ಟ ಕಬೂರ್ಲು ವರಂಗಡ ಚೊಂತು
ഒരാൾ ഉണ്ട് തോല് ചൊന്നിട്ടില്ല. കാരണം എല്ലാവർക്കും അർജന്റ് എത്തിക്കറ്. ഒരവലത്തിലോ മരണം സംഭവിച്ചെങ്കിൽ ബന്ന ആൾമാർ കേക്കറ് എപ്പ എത്തിക്കറ് മയ്യത്തടുക്കരെ ചൊന്ത്. കാരണം എല്ലാവർക്കും അർജന്റ് എത്തിക്കറ്. അതുകൊണ്ടാ ഇസ്ലാം ഞങ്ങൾക്ക് വടിപ്പാത്തന്റെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊരു തയ്യാറാക്കി വെച്ചിര ചൊന്ത എത്തിക്കറ് അള്ളാഹു ഞങ്ങൾക്ക് കേക്കറ്. ഞങ്ങൾ മരിച്ചു പോയെങ്കിൽ ഞങ്ങളെ മയ്യത്ത് കബറിൽ വെച്ചിട്ട് ഞങ്ങൾ കുടുംബത്തങ്ങ ഒരു തിങ്കള ഒരു വർഷത്തോളം ഞങ്ങൾ ഓർക്കും. ചിലപ്പോ അത് ആ വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയ പോലമേ ആ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനേ ഇല്ലാത്ത പോലെ ആ കുടുംബത്തങ്ങ് ജീവിക്കുവോ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, സത്യവിശ്വാസിമാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചോ ചൊന്തൈറ്റിക്കർ ഖുർആൻ പറ്റി ഒരു സത്യവിശ്വാസത്തിൽ കേൾക്കരുത്. ആ കബറിൽ വരങ്ങേൽ പിന്നെ ചൊല്ല ഒരു നാളുണ്ട്. ആ നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചോ ചൊന്തൈറ്റിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കരുത്. അപ്പ പരലോകത്തെ ജീവിതം വരുമ്പോ ഫസ്റ്റ് നിന്റെ ശരീരമായിട്ടൊക്കെ നാം നോക്കണേ. ഖുർആൻ ചൊന്ന കു അൻഫുസക്കും, നിന്റെ ശരീരത്തെ ഫസ്റ്റ് നീ രക്ഷപ്പെടുത്തും. വഹലീക്കും നാറ, പിന്നെ നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന്. പ്രബോധനാക്കുന്നു, എന്റെ കുടുംബത്തെ നന്മ ചൊന്നു കൊടുക്കും ചൊന്തൈറ്റിക്കര് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് ആ കബറിലു ഇണ്ടല്ല നാളെ ഞങ്ങ വർങ്ങുല്ലങ്ങായിത്തിക്കറ. ചിലപ്പോ അത് ഇണ്ട് വരും, നാളെ വരും, അല്ലെങ്കിൽ ഒരു വാരം അല്ലെങ്കിൽ ഒരു തിങ്കൾ എപ്പോഴെങ്കിലും അത് ഞങ്ങൾ മുട്ട ബണ്ടതായിത്തിക്കറ ഹക്ക് സത്യമായിത്തിക്കറ. അപ്പൊ അവിടെ ആരുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ 6 അടി മണ്ണിൽ വറങ്ങുന്ന സമയത്തില് ഞങ്ങൾക്ക് നല്ല ഇന്നുണ്ടായെങ്കിൽ, നല്ല അമലിന്നുണ്ടായെങ്കിൽ, ഈ മാനോട് കൂടി ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ സുഖത്തെ ജീവനെത്തിക്കർ അള്ളാഹു ഞങ്ങൾക്ക് ആ കബറിൽ പോലും തന്റെ ചൊന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്താൻ. അതല്ലാണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ടുള്ള അദാബൈത്തിക്കർ അവിടെ ഞങ്ങൾക്ക് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഇന്നൊരു ഖുതുബത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുക. എന്നെങ്കിലും ആ കബർസ്ഥാന ഇപ്പൊ ഞങ്ങളെ അതായത് മയ്യത്ത് കബറെടുക്കുന്ന പക്കങ്ങളുണ്ട്, അതൊക്കെ ചൊല്ല കബർസ്ഥാനായിത്തിക്കർ. അപ്പൊ ആ കബർസ്ഥാനത്തില് എല്ലാ മുസ്ലിമീങ്ങളെ മയ്യത്തുങ്ങളെ അവിടെ കബറടിക്കിട്ടിക്കരുത്. ശാന്തമായ ഒരു വാതാവരണമായിത്തിക്കർ അവിടെ ഉള്ളത്. യാതൊരു ശബ്ദമില്ല, ആർക്കും ഒരു അർജന്റ് ഇല്ല. അങ്ങനത്തെ ഒരു പക്കമായിത്തിക്കർ കബർസ്ഥാന ചൊല്ലത്. അത് ചിലപ്പോൾ ഞങ്ങളെ പള്ളിയുടെ മുട്ടയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കബർസ്ഥാനായിത്തിക്കോ. എന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കബർ പോയിട്ട് ആ കബറിൽ സിയാറത്താക്കരുത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സുന്നത്താക്കി പഠിപ്പാട്ടി തന്നത്. അത് ഞങ്ങൾ എല്ലാവരും നിർവഹിക്കും. എന്ത് ചൊന്നിട്ടെങ്കിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയായിത്തിക്കറ്, സ്വർഗത്ത് സുവാർത്ത കിട്ടിയ സ്വഹാബിയായിത്തിക്കറ് അല്ലെ. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ നരകത്തെ വിഷയക്ക് വെക്കുമ്പോ അത്രയൊന്നും ബുൾപുടില്ല. എന്നെങ്കിലും കബറിനെ കാണുമ്പോ കബറിനെ വിഷയക്കേക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി ഇങ്ങനെ ചെണ്ടി ആവുന്നു. ബാക്കി സ്വഹാബത്ത് കാണോക്കിട്ട് അക്ക ബാപ്പ ബാക്കി സ്വഹാബത്ത് കേട്ടോറു, ഉസ്മാനെ എന്തുകൊണ്ട് നിങ്ങൾ കബറിനെ കാണുമ്പോ അതെങ്കിൽ കബറിനെ വിഷയം കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ബുൾപുട്രി എന്ന് കേട്ടപ്പ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ല പലക്കൈത്തിക്കറ് ഇന്നൽ ഖബ്റ അവ്വലു മനാസിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ് മിൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, നന്റെ റസൂൽ നന്റെ ചൊന്ന വിഷയത്തിക്കറ്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ ചൊന്ന വിഷയത്തിക്കറ് ഇന്നൽ ഖബ്റ അവ്വലു മനാസിൽ ആഖിറ, പരലോകത്തെ ഒന്നാമത്തെ ഭവനമായിത്തിക്കറ് കബറു ചൊല്ലത്. ആഖിറത്തെ ജീവിതത്തെ ഞങ്ങൾ മരിച്ചു പോയാൽ പിന്നെ ഞങ്ങളെ മയ്യത്ത് കുളിപ്പാട്ടിട്ട് ജനാസ നിസ്കരിച്ചിട്ട് ഞങ്ങളെ മയ്യത്തെടുത്ത് പോയിട്ട് കബറിൽ വയ്ക്കല്ലേ, അത് പരലോകത്തെ ഒന്നാമത്തെ ഭവന ചൊന്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. എന്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ് മിൻഹു. ആരുർത്ത ആ കബറിൽ രക്ഷപ്പെട്ടന, ആരുർത്ത അവിടെ ആ കബറിൽ ഗന്തിയാന, അവനുക്ക് പിന്നത്തെ പരലോകത്തെ യാത്രയെല്ലാം സുലഭമായിത്തേക്ക് സ്വന്തമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പാടുത്തല്ലേ. എന്നെങ്കിലും ആരെങ്കിലും ഓർത്ത ഈ കബറിൽ പരാജയപ്പെട്ടന, ഈ ഒന്നാമത്തെ ഭവനത്തിൽ സോത്തുപോയാന, പിന്നത്തെ എല്ലാ കാര്യം അവനുക്ക് കഷ്ടമായിത്തേക്ക് സ്വന്തമായിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടല്ലേ. അതുകൊണ്ട് ನಾನು കബറിന്റെ വിഷയാറ് കേൾക്കുമ്പോൾ ഉൾപ്പെട്ട ചൊന്തു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ കബറിൽ ഒരു മനുഷ്യ സോത്തു പോയെങ്കിൽ, അവൻ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ അവന്റെ പരലോക ജീവിത വലിയ അപകടമായി തെറ്റിക്കറ് ഞങ്ങൾക്ക് സ്വഹാബത്ത് പഠിപ്പാർത്തന്റെ. അതുകൊണ്ട് എത്തിക്കറ് ഈ ദുനിയാവുടെ ബിസിയുടെ ജീവനത്തില്
ഈ ദുനിയാവോട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിസി ആയിട്ടിരിക്കുന്നത്, ഏതൊക്കും നേരെ കിട്ടില്ല. എന്തെങ്കിലും ഈ ദുനിയാവുടെ ഈ അലങ്കാരമായി ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവനാക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അങ്ങനത്തെ ഖബർസ്ഥാനത്ത് ഒന്ന് സന്ദർശിക്കണം. എന്തുകൊണ്ടുണ്ടാ? ആ ഖബർസ്ഥാനത്ത് സന്ദർശിക്കുന്നതോട് കൂടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തണ്ട് ഫഇന്നഹാ തുദക്കിറുൽ മൗത ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. ആ ഖബർസ്ഥാനത്ത് പോയിട്ട് എത്തുമ്പോ അല്ലെ, ആ ഖബർസ്ഥാനത്ത് കടന്നു പോകുമ്പോ, ഖബർ സിയാറത്ത് കഴിച്ച് ഞങ്ങൾ ഖബർസ്ഥാനത്ത് കടന്നു പോകുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്ന് സീത അവിടെ പോണുകില്ല, ബദലായിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പ്രത്യേക ഒരു മുസ്ലിമായ മനുഷ്യൻ പഠിച്ചു വെക്കുന്ന ഈ വിഷയത്തേക്ക്, അതായത് മുസ്ലിമീങ്ങളെ മറമാടിയ ഖബർസ്ഥാനത്തേക്ക് ഖബർ സിയാറത്ത് കഴിട്ട് കടന്നു പോകുമ്പോ പ്രത്യേക ആ ഖബർസ്ഥാനത്ത് എൻട്ര അവിടെ സന്ദർഭത്തില് അവൻ ചൊല്ലുനായതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന. അതെ സത്യവിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹുടെ ശാന്തി സമാധാനം നിങ്ങളെ മേൽ ഇക്കട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എത്തുപാട്ടെങ്കിൽ നാനും നിങ്ങളെ മുട്ട ബന്ന് ചേർന്നവനായിത്തിക്കിற, നാനും ഇവിടെ ശാശ്വതമായിക്കോനായവനല്ല, ബദലായിട്ട് ഇൻഷാ അല്ലാഹു എത്തുപാട്ടെങ്കിൽ നിങ്ങ ഇപ്പൊ എങ്ങനെ 6 അടി മണ്ണിൽ വരങ്ങിനോരാ അതേപോലെ നാനും നിങ്ങളെ മുട്ട കടന്നു ബണ്ടവനായിത്തിക്കിற ചൊല്ലുല്ലേ. ആ ഒരു പ്രാർത്ഥനയായിട്ടിരിക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ സുന്നത്താക്കൽ പട്ട് ഖബർ സിയാറത്ത് പ്രവേശാക്കുമ്പോ ഇത് ചൊല്ലായിട്ടിരിക്കറ അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖബർസ്ഥാനത്ത് പ്രവേശായാൽ പിന്നെ അവിടെ എല്ലാം ഖബറുങ്ങ ഉണ്ടു. ചിലപ്പോ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടങ്ങ് കോറും, ഞങ്ങൾ അബ്ബം മർദ്ദിക്കൂ, റായത്തങ്ങൾ ആരയിക്കൂ എന്നെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളെ മറുമാടിയ ഖബർസ്ഥാനമായിട്ടിക്കറും. ആ ഖബറിന് മുന്നിൽ പോയിട്ട് നിൽക്കുമ്പോ, ആ ഖബർസ്ഥാനത്തിൽ പോയിട്ട് നിൽക്കുമ്പോ തീർച്ചയായിട്ടും ഫഇന്നഹാ തുദക്കിറുൽ മൗത, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ പണ്ട് ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ ഇണ്ടല്ല നാളെ നാനും മരിച്ചിട്ട് ഈ ഖബറിൽ ബന്ത് വറങ്ങുനായവനായിട്ടിരിക്കുന്ന ചൊല്ലില്ലേ ഓർമ്മ നിങ്ങളെ മനസ്സിന് ബണ്ട് ചൊന്തായിട്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മ വേണ്ട. ഈ ഖബറിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ഉയർത്തിട്ട് നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു തിരിച്ചു കർത്തരെ, ബദലായിട്ട് പരലോക യാത്ര എത്തിക്കുന്ന ഊടിൽ നിന്ന് ഖിയാമത്ത് സംഭവിച്ചാൽ പിന്നെ അള്ളാഹു നിങ്ങൾ ഈ ഖബറിൽ നിന്ന് ഉയർത്തുക. എന്നിട്ട് ആ ഉയർത്തൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾ അള്ളാഹുടെ ആ ദർബാർ കയറ്റിക്കര്, അതായത് അള്ളാഹുടെ ആ വിചാരണ കയറ്റിക്ക് നിങ്ങൾ പ്രത്യേകോർത്തറും കടന്നു പോണ്ടേ. അതെ അണ്ടത്തെ നാളിൽ ചില ആൾമാർ കേൾക്കില്ലേ, ഖിയാമത്ത് നാൾ സംഭവിച്ച് ഖബറിൽ നിന്ന് എനിക്ക് ആൾമാർ സൂറത്ത് യാസീനിൽ ചൊല്ലേ ആ റൈത്തിക്കര് ഞങ്ങൾ വന്ത്യങ്ങ ഞങ്ങൾ വറക്കിലായി തിന്നല്ലേ. അപ്പൊ അവിടെ ചൊല്ലൽ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അതെ നബിമാർ ചൊന്നത് സത്യമായിത്തിക്കര്, അള്ളാഹുടെ വാഗ്ദാനം സത്യമായിത്തിക്കര്. ആ അള്ളാഹു എത്തിക്കര് ഞങ്ങളെ ഇനിപ്പാറ്റോ അങ്ങനെ അവിടെ നിന്ന് യാത്ര പോണ്ട പരലോകത്തെ എത്തിക്കര്. ഈ 2 വിഷയത്തിക്കര് ഖബർ സിയാറത്തിൽ നടക്കര്. ഒന്ന് മരണ ചിന്തനമുണ്ട്, 2ാമത്തേത് പരലോക ചിന്തന എത്തിക്കര്. ഇന്ന് 3ാമത്തെ അവിടെ ആക്കുനായ പണിയെന്തരെ അതായിത്തിക്കര് ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാത്തണ്ടേ. ആ ഖബറിൽ വരങ്ങിട്ടുള്ള ആൾമാർക്ക് ബേനായിട്ട് അള്ളാഹുട്ടിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ചിലപ്പോ ഒരു ഉമ്മടെ ഖബർ അല്ലെങ്കിൽ അബ്ബടെ ഖബർ മുന്നിൽ നിന്നിട്ട് ഇത് എന്റെ അബ്ബടെ ഖബറായിട്ടിരിക്കുന്ന അള്ളാഹുവേ, നക്ക് ബേനായിട്ട് കഷ്ട ബന്ധങ്ങ പ്രയാസ ബന്ധങ്ങ നീ ഞങ്ങൾക്ക് പുറത്തു കൊടുക്കണം അള്ളാഹുവേ. അങ്ങനെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം അള്ളാഹുവേ. അങ്ക് ബേനായിട്ട് അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിക്കണം. ഇതായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നെ സുന്നത്താക്കൽപ്പെട്ടെ പ്രതിഫലാർഹമായ ഖബർ സിയാറത്ത് എത്തിക്കര്. ഇത് ഞങ്ങൾ നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോ എത്തിക്കര് ഈ ഭൗതികമായ ജീവിതത്തിൽ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് പരലോകത്തെ ഓർമ്മ കൂടി ഞങ്ങൾക്ക് കടന്നു വേണ്ടത്. അതായിത്തിക്കര് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. ആ റസൂലുള്ള വഫാത്ത് അവിടെ കൊരനാള് മുന്നോ തന്റെ സ്വഹാബത്തിനെ മറമാടിയ ഖബർസ്ഥാനത്ത് കടന്നു പോയിട്ട് എങ്ങനെ ചൊന്നെങ്കിൽ ആ സ്വഹാബത്തൊട്ടിക്ക് പോകേണ്ട പോലെ മരണപ്പെട്ടിട്ട് ആ സ്വഹാബത്തെ ഖബറിക്ക് എത്ര പോലത്തെ ഒരു ഖബർ സിയാറത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അത് നിർവഹിച്ചോ. അത് ഞങ്ങൾ ചൊന്നിട്ടുള്ള അത് നിർവഹിക്കണോ, അതിക്ക് പ്രതിഫലമുണ്ടോ. അതായിത്തിക്കര ആ ഖബർ സിയാറത്ത്. എന്തെങ്കിലും സഹോദരന്മാരെ, ഇതില് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഖബർ സിയാറത്ത് ആരും നിഷേധിക്കില്ല, അത് നിഷേധിക്കുകയും പാടില്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചൊന്നില്ലേ
സഹാബത്തെ നിങ്ങളുടെ ഞാൻ കബർ ജിയാറത്ത് ഫസ്റ്റ് നിഷേധിച്ചിന്ന തിരസ്കാരാക്കിന്ന എന്തൊക്കെ ഫസ്റ്റ് തിരസ്കാരാക്കെ അങ്ങ തൗഹീദ് ಬಂಡತ್ತರ ಎತ್ತಿಕ್ಕಿರು ಈ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ತ ಸಹಾಬತ್ ಬಂಡತ್ತರ ಎತ್ತಿಕ್ಕಿರು ವಾಪಸ್ ಕಬರ್ ಜಿಯಾರತ್ ಚೊಂತು ಪಾಡಂಗ ജാഹിലിയത്ത് കടന്നു പോണ്ട് വേണ്ട ചൊന്ത എത്തിക്ಕಿರು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചേ എന്നെങ്കിലും സഹാബത്ര കൽബുലു തൗഹീദ് റൂഢമൂലമായാൽ പിന്നെ അള്ളാന്റെ റസൂൽ ചൊന്തു നിങ്ങൾ കബൂർ സന്ദർശിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിങ്ങൾക്ക് മരണത്തെയും പരലോകത്തെയും ഓർമ്മ വേണ്ട ചൊന്ത എത്തിക്ಕಿರು അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട് എന്നെങ്കിലും സഹോദരന്മാരെ ഇത് സുന്നത്താക്കൽപ്പെട്ട കബർ സിയാറത്ത് ആയിട്ടായെങ്ക ഇണ്ട് ഞങ്ങളെ സമുദായത്തില് ചൊല്ലാണ്ടിക്കും വിമുർത്തില്ല സഹോദരന്മാരെ കാരണം അത്രമാത്രം അപകടം നിറഞ്ഞ വിഷയത്തിക്കരിണ്ട് കബറുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതുകൊണ്ട് അത് ചൊല്ലുക പണ്ട് ഇതാരെ ദൂരമ ആറ്റെ അർസക്കാട്ട ചൊല്ല വിഷയമല്ല ബദലായിട്ട് ഹക്കായ വിഷയത്തിക്കര് ചൊല്ലരുത് കാരണം ഇത് സമൂഹത്തേക്ക് എത്തുപാട്ടുണ്ടായി ഞങ്ങളെ ബാധ്യത എത്തിക്കര് ഇതാരും ദൂരെ അല്ല അതുകൊണ്ട് എത്തിക്കര് ഇസ്ലാമിലും ഒരു കബർ എങ്ങനെ വേണം ചൊല്ല് ഞങ്ങൾക്ക് പഠിപ്പാട്ടല്ല ഒരു മയ്യത്തിൽ അടിക്കൽ പിന്നെ ആ കബർ എത്ര ഉയർത്തത്തിൽ വേണം എങ്ങനെ വേണം ചൊല്ലു പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിപ്പാത്തുണ്ട് നോക്കറോ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലും قال نهى رسول الله صلى الله عليه وسلم أن يجسس القبر وأن يقعد عليه وأن يبنى عليه ഇമാം മുസ്ലിം റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് ആയിട്ടിക്കര് കബറുക്ക് സുന്ന ഇടുന്നതും ಅದರ ಮೇಲೆ ദയിക്കുന്നതും ಅದರ ಮೇಲೆ ബിൽഡിംഗ് കെട്ടരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് ഇത് സ്വഹീഹായ ഹദീസ് ആയിട്ടിക്കര് ഇമാം മുസ്ലിം 607ാമത്തെ ഹദീസ് ആയിട്ടിക്കര് റിപ്പോർട്ട് ആക്കര് അല്ലാഹുവിന്റെ റസൂൽ 3 വിഷയത്തിൽ പഠിപ്പാത്തന്നെ ഇത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പാർട്ടിയുടെ വിഷയമല്ല അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ വിഷയത്തിക്കര് എന്താ എത്തിക്കര് അൻ യുജസ്സൽ ഖബറ വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി കബറുക്ക് സുന്ന ഇടമ അല്ലെങ്കിൽ ಅದಕ್ಕೆ സിമെന്റ് കെട്ടരുതാ അല്ലെങ്കിൽ അതിന്റെ മേൽ ബിൽഡിംഗ് കെട്ടരുതാ അല്ലെങ്കിൽ അതിന്റെ മേൽ ദയിക്കരുതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിര് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ കബറിന്റെ വിഷയത്തിൽ നമുക്ക് പഠിപ്പാത്തണ്ടോ വറുഫിഅ ഖബ്റുഹു മിനൽ അർളി നഹ്വൻ മിൻ ശിബ്രിൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ കബറു ഭൂമിയിൽ നിന്ന് ഒരു ചാൻ ഉയർത്തത്തിലായി ഉള്ളത് ഒരു ചാൻ ചൊന്നെങ്കിൽ ഒരു ഷിബർ ചൊന്ന ഒരു ചാൻ ആ ഭൂമിയുടെ നിലഭാഗത്തിൽ നിന്ന് ഒരു ഷിബർ എത്തിക്കര് അത് ഉയർത്തൽ പട്ട ചൊന്ത എത്തിക്കര് സ്വഹാബത്ത് ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട് ആരെ കബർ എത്തിക്കര് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ കബർ എത്തിക്കര് എന്നിട്ടായെങ്കിൽ ഇണ്ട് ഞങ്ങളെ റായത്തില് പല കബറുകളെ ഞങ്ങൾക്ക് കാണുകിട്ട് മഹാന്മാർ ചൊന്ത അറിയൽപ്പെട്ട മനുഷ്യന്മാരെ മയ്യത്തടിക്കിട്ട് അവിടെ കബറിനെ ഉയർത്തി കെട്ടതും അതിന്റെ മേൽ ബിൽഡിംഗ് കെട്ടതും അവിടെ നേർച്ചയും അതേപോലെ അങ്ങോട്ട് ഡയറക്റ്റ് പോയിട്ട് സഹായിക്കും അവിടെ ഉറൂസ് നടത്തുന്നതും ഞങ്ങൾക്ക് കാണുകിട്ട് സഹോദരന്മാരെ എന്തായിട്ട് ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പാത്തണ്ടേ എത്ര മാത്രം അപകടമായ വിഷയത്തിക്കരുത് കാരണം ഈ ഭൂമി ലോകത്ത് ശിർക്കൻ വിശ്വാസ കടന്നു വന്ന ചരിത്ര ഞങ്ങൾക്ക് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് ആദം നബിയിൽ പിന്നെ 10 തലമുറത്തോളം ഈ ഭൂമി ലോകത്തിൽ ശിർക്കൻ വിശ്വാസം ഇല്ല എല്ലാരും മുവഹിദീൻ ആയിട്ടിരുന്നോറും എല്ലാരും ഈമാനോട് കൂടി ജീവിച്ചിരുന്നോറും എന്നിട്ടെങ്കിൽ 10 തലമുറ കഴിഞ്ഞാൽ പിന്നെ ആ കാലഘട്ടത്തില് 5 മഹാന്മാർ മരണപ്പെട്ടു പോയർ നല്ല ആൾമാരായിട്ടിക്കോറും അങ്ങ് ഔലിയാക്കന്മാരായിട്ടിക്കോറും അങ്ങനെ പേര് വദ് സുവാഇ യഗൂസ് യഊഖു നസ്ർ ഈ 5 മഹാന്മാർ സ്വാലിഹീൻ ആയിട്ടിക്കോറും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട ഞങ്ങൾ സ്വാലിഹീൻ ആയിട്ടിക്കോറും അങ്ങ് മരണപ്പെട്ടു പോയർ 10 തലമുറ കഴിഞ്ഞിട്ട് അങ്ങനെ 10 തലമുറ കഴിഞ്ഞിട്ട് ഇങ്ങ മരണപ്പെട്ടു പോയാൽ പിന്നെ അതാ ശൈത്താൻ അവിടെ കടന്നു പണ്ടേ ഇബ്ലീസ് കടന്നു പണ്ടേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹവ്വ റളിയല്ലാഹു അൻഹയുടെ തെരു തപ്പാട്ടി ഇബ്ലീസ് ഒന്നാമത്തെ ഹന്തത്തിൽ മനുഷ്യന്മാരെ തെരു തപ്പാട്ടൊക്കെ അവിടെ കടന്നു പണ്ട ഒരു അവസ്ഥ എത്തിക്കരുത് അതായത് ഈ 5 മഹാന്മാർ മരിച്ചിൽ പോലെ അങ്ങനെ കബറിനും ഉണ്ടോ അങ്ങനെ ശൈത്താൻ അങ്ങനെ മുട്ട ബന്ത് ചൊന്ന അങ്ങക്ക് വസ്വാസാക്കിയ വിഷയത്തിക്കര് നിങ്ങൾ ഈ മഹാന്മാരെ നെനപ്പുകനായിട്ട് ഒരു പ്രതിമയുടെ ഉണ്ടാക്കണോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കണോ അണ്ടത്തെ ആൾമാർക്ക് അത് ശരി കണ്ടെത്ത് എന്ന് ചൊന്നിട്ടെങ്കിൽ ആ മഹാന്മാരെ നോക്കിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇബാദത്തെടുക്ക് ഉന്മേഷം ഉണ്ടാവടല്ലേ അങ്ങനെ ആ കൗം എന്താക്കിത്ത്
ആ 5 വദ് സ്വാദ് യഗൂത്ത് യഊഖ് നസ്ർ വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ട് വന്ന ഈ 5 മഹാന്മാരുടെ പേര് നമുക്ക് പഠിപ്പാട്ടുണ്ട്. ആ 5 ആൾമാർ വിഗ്രഹത്തെ അങ്ങ് നിർവഹിച്ചോ, അങ്ങ് ആരാധിച്ചില്ല. ആ കൗം എന്താക്കില്ല, ആ 5 ആൾമാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയോ. കാലി വിഗ്രഹാക്കിട്ട് നെനപ്പുക പേനായിട്ട് ഒരു ആദരവുക പേനായിട്ട് അങ്ങനെ വിഗ്രഹാക്കിട്ട് അങ്ങ് മരണപ്പെട്ടു പോയോ. രണ്ടാമത്തെ ഇന്നൊരു കൗമോട് കടന്നു വരുമ്പോ ശൈത്താൻ തന്റെ പണിയുടെ അതാ ഒന്നാമതായിട്ട് തുടങ്ങണേക്ക് അങ്ങനെ മനസ്സിൽ വന്ന് ശൈത്താൻ വിശ്വാസാക്ക. എന്തുകൊണ്ടു ഈ റായത്തിൽ ചെമ്മാൽമാർ മരണപ്പെട്ടു പോയിട്ടില്ലേ? ഇതാ ഈ 5 ആൾമാരുടെ മാത്രം എന്റെ ഒരു വിഗ്രഹമില്ലേ? അങ്ങനെ കബറിന്റെ വാരി ശുദ്ധയിട്ടില്ലേ? അങ്ങനെ ശൈത്താൻ അങ്ങനെ മനസ്സിൽ വിശ്വാസം കൊണ്ടുവന്നിട്ട് അവസാന ആ കൗമു അങ്ങൾത്തേക്ക് ആരാധിക്കൂ സുറാക്കോറും. ഒന്നാമതായിട്ട് ശിർക്കൻ വിശ്വാസ ഭൂമി ലോകത്തേക്ക് പണ്ട് ഒരു അവസ്ഥ എത്തിക്കര് പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് പഠിപ്പാറ്റന്റെ അത്രത്തോളം അവിടെ ശിർക്കൻ വിശ്വാസം ഇല്ല. ആ സന്ദർഭത്തിലേക്ക് അള്ളാഹു ഒന്നാമത്തെ റസൂലായിട്ട് കർത്തരെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ റസൂൽ. അതുപോലെ റസൂലായിട്ടേക്ക് റസൂൽ ചൊന്നെങ്കിൽ അങ്ക് പ്രബോധനം ഉണ്ടോ? നബിമാർ ചൊന്നിട്ടെങ്കിൽ അങ്ക് പ്രബോധനം ഇല്ല, ബദലായിട്ട് അങ്ക് തബ്ലീഗ് ഇല്ല. റസൂൽമാർക്ക് തബ്ലീഗ് ചൊന്നെങ്കിൽ ആൾമാർക്ക് എത്തുപാട്ട് വലിയ ജവാബ്ദാരി ഉണ്ടോ? അപ്പൊ ശിർക്കൻ വിശ്വാസ ഈ വദ് സ്വാദ് യഗൂത്ത് യഊഖ് നസ്ർ ചൊല്ലേ ഈ 5 വിഗ്രഹത്തെ ആരാധിച്ചോണ്ടിരിക്കുന്ന ആ കൗമുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റസൂലായിട്ട് കർത്ത. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 150 വർഷത്തോളം ഖുർആൻ പഠിപ്പാത്തണ്ട് 1050 കോടി. അങ്ങനെ 150 വർഷം ആ റായത്തിക്ക് പ്രബോധനാക്കിട്ട് അങ്ങനെ പ്രബോധന ആക്കിട്ട് എന്ത് പ്രബോധന? ഇങ്ങളെ ആരാധിക്കണ്ട, ഇങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, അള്ളാഹുടെ മാത്രം നിങ്ങൾ ആരാധിക്കറു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചൊന്തു അല്ലെ. ഞങ്ങൾക്ക് ആയുസ് എത്രയായിട്ട് കിട്ടും ഈ ഉമ്മത്തിന്? 60 വർഷ. ചിലപ്പോ ചില ആൾമാർ കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ടോ? എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലമാ, തൗഹീദേ ചൊല്ലുമാണ്ട് ഈ ചെറിയ ആയുസിൽ ഇങ്ങനെ ചൊല്ലുമ്പോഴങ്ങ് ചൊല്ല. എന്നിട്ട് 150 വർഷത്തേക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നേ. ആ ചൊന്തുളു നൂഹ് നബിയുടെ പലക്കെ കേൾക്കാണ്ടിരിക്കുമ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുട്ടിക്ക് പരാതി ചൊല്ലു. അള്ളാഹുവേ ನಾನು ಜಾವು ಪೋಲು ಮಗನ ಮುತ್ತ ಕಡന്നു പോയി. അള്ളാഹുവേ കാലി പോലും മാത്രല്ല ഞങ്ങൾ ദാവത്താക്കിയ പോലല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൈലം വന്നഹാറ ജാവും പോലും അള്ളാഹുവേ ആ കൗമുക നാ കടന്നു പോയ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. നാനങ്ങളെ വിളിക്കും അങ്ങ നന്നിൽ നിന്ന് ദൂരെ പോയിട്ടുള്ളൂ. അള്ളാഹുവേ പാരായണായിക്കൊണ്ടുള്ളവർ وإني كلما دعوتم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استغفارا. അതെ അള്ളാഹു അങ്ക് പുറത്തു കൊടുക്കുവാനായിട്ട് ഞാൻ അങ്ങനെ വിളിച്ചപ്പ അങ്ങ് കാത് കൈപ്പിച്ചുകൊണ്ടുള്ളൂ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നു ചൊന്ത് ഞാൻ അങ്ങനെ വിളിച്ചോണ്ടില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചോണ്ടിരിക്കുമ്പോ അങ്ങ് കാതുക്ക് കൈവച്ചു. അള്ളാഹുവേ എത്രത്തോളം നൂഹ് നബി ചൊല്ലു നന്റെ കാണുമ്പോ അള്ളാഹുവേ അങ്ങ് വസ്ത്രത്തെ തലക്കിട്ടോർ അങ്ങനെ മുഖത്തേക്ക് നന്റെ കാണണ്ടാ ചൊന്തു അങ്ങ് അങ്ങനെ തലക്ക് വസ്ത്രത്തിട്ടോർ. അള്ളാഹുവേ അങ്ങ് അസത്യത്തിൽ ഗട്ടിയായിട്ട് നിന്നോർ. അള്ളാഹുവേ അങ്ങ് അഹംഭാവ കാട്ടിയോർ. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 350 വർഷം പ്രബോധനാക്കിട്ട് അള്ളാഹുട്ടിക്ക് ചൊല്ലോർ പരാതിയായിട്ടേക്ക് നൂഹ് നബി അങ്ങനെ ചൊല്ലുമ്പോ ഞാൻ അങ്ങനെ സത്യത്തിൽ വിളിച്ച അള്ളാഹുവേ ഇതിൽ ആരാധിക്കണ്ട, നിങ്ങൾ റബ്ബുട്ടിക്ക് ഇസ്തിഗ്ഫാറാക്കറു. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുട്ടിക്ക് ഇസ്തിഗ്ഫാർ കേൾക്കറു, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തന്നെ ചൊല്ലുമ്പോ അങ്ങ് കാത് കൈവച്ചു. അള്ളാഹുവേ മുഖത്തേക്ക് തുണിയിട്ടൊരു. അള്ളാഹുവേ നണ്ടിൽ നിന്ന് അങ്ങ് ദൂരെ പോയ ചൊല്ലുത്തു ആണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരാതിയായിട്ടേക്ക്. അതുകൊണ്ട് ദഅവത്ത് ചൊല്ലത് അത് നിരന്തരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുന്നോട്ട് പോകണം. അതാർക്കും വെടിയോക്കില്ല. ഇന്ന് വെടിജൻ ചൊല്ലണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അതിൽ നിന്ന് തിരിച്ചു കൊടുക്കും, ചെമ്മനാറും വേണ്ട. അതുകൊണ്ട് ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കണത് അങ്ങനെ ടിക്കർ ശിർക്കൻ വിശ്വാസ ഭൂമി ലോകത്ത് വേണ്ടേ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ഗൊന്തുണ്ടു വലിയ ಬೆಲ್ಲ ಬಂತು ತನ್ನಿಯೆಲ್ಲ ಬಂತು. അള്ളാഹു സുബ്ഹാനഹു വതആല சொன்ன ജൻജന്റെ ജോഡി മൃഗത്തെ നിന്റെ കപ്പോളുകൾ നീ 10 പാട്ട്. അതേപോലെ വിശ്വാസിക ഒരു കപ്പോൾ 10 വിശ്വാസിക മാത്രമേ നൂഹ് നബി കണ്ടിക്കിട്ടേ. അങ്ങനെ അള്ളാഹു വലിയ തന്നിയെടുത്ത് വന്നിട്ട് വലിയ പർവ്വതത പോലും അത് നാശമായിട്ട് പോയിട്ട് കാലു മുവഹിദീങ്ങ മാത്രം ഉണ്ട് ബാക്കിയുള്ളേ. കാലു മുവഹിദീങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മുവഹിദീങ്ങ മാത്രം ബാക്കിയില്ലേ. എന്തെങ്കിലും പിൽക്കാല സമുദായം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പാടും ശിർക്കൻ വിശ്വാസ ബന്ത് പാടും അള്ളാഹു റസൂലിനെ കത്ത
ഇങ്ങനെ ഇട്ടിക്കര് ഓർക്ക് ശിർക്ക് ചൊല്ലത് ക്ലീൻ ആവണം പാഠം അത് ദുനിയാവ് കടന്നുമുണ്ട് പാഠമല്ല അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റസൂൽമാർ അള്ളാഹു കരുതിയ ആ ശിർക്കിന് നിർമൂലനാക്കുകയായിട്ട് ആ ശിർക്കിന് വിശ്വാസം ഇല്ലാണ്ടാക്കുകയായിട്ട് അങ്ങനെ എത്തിക്കര് ആ ശിർക്ക് ഇണ്ടും ഞങ്ങളുടെ സമുദായത്തിൽ ഉണ്ട് സഹോദരന്മാരെ ഈ ശിർക്ക് ഇണ്ടും 350 വർഷം പ്രബോധനാക്കിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ശിർക്ക് എതിരായിട്ട് ആ ശിർക്കിണ്ടും ഞങ്ങളുടെ ഉമ്മത്തിലുണ്ടോ അത് ഏത് രൂപത്തുണ്ടോ ഇന്റെ കബൂറിന്റെ രൂപത്തിൽ എത്തിക്കുന്ന ആ ശിർക്ക് വിശ്വാസം നടന്നോണ്ടില്ല സഹോദരന്മാരെ അതാ ചൊന്നു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബറോ ഒരു ചാനയുടെ കാണ്ടി ഭൂമിയിൽ നിന്ന് ഒരു ചാനയുടെ കാണ്ടി ഉയർത്തൽ പറ്റത്തില്ല അള്ളാഹു അതിന് ഭദ്രമാക്കി വെച്ചിറ അള്ളാഹു ആ കബറിന് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന എത്തിക്കര് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുടെ നേരത്തേക്ക് സഹറാത്ത് ഹാളിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ അതെ ലാനത്തുണ്ടാവട്ടെ ആരുടെ മേല് യഹൂദി നസ്രാനികളുടെ മേൽ ലാനത്തുണ്ടാവട്ടെ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ അങ്ങനെ അമ്പ്യാക്കന്മാർ മരണപ്പെട്ടു പോയിണ്ടെങ്കിൽ മഹാന്മാർ മരണപ്പെട്ടു പോയെങ്കിൽ അങ്ങ് കബറ് പള്ളിയാക്കിയോ സ്വത്തായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ പക്കാക്കിയോ ആരാധനയായ ആക്കിയോ സ്വത്തായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലുകില്ല കാരണം യുഅദ്ദിറു മസലഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോയിട്ട് തന്റെ ഉമ്മത്ത് തന്റെ സമുദായ ഈ നന്റെ കബറും അങ്ങനെ ആക്കാൻ ടിക്കച്ചൊന്തേറ്റിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോയി ഇன்று മദീനത്ത് പോയവർ ഭദ്രമായിട്ട് 4 മതിൽ കൊണ്ട് അള്ളാഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തരെ റൂമിന്റെ ഉൾഗൈത്തിക്ക് മുഹമ്മദ് മുസ്തഫ പല ആൾമാർ തെറുതപ്പാട്ടರು നബിയുടെ കബർ ചൊന്നെങ്കിൽ ആ കാണ്ട് കുബ്ബമൈത്തിക്കര് അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാണ്ട് കുബ്ബല്ല കബරු ആ 4 മതിൽ ഉൾഗ ഭദ്രമായിട്ടുള്ളതൈത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കബරු അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന ഇട്ടിക്കര് അള്ളാഹുവേ നന്റെ കബറ് നീ ആരാധനാലയത്തെ കേന്ദ്രമാക്കരുത് ചൊന്നില്ലേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച ഇന്ന് നിങ്ങൾ സൗദി അറേബ്യത്തിൽ പോയിട്ടുള്ളൂ അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചെങ്കിൽ അവിടെ അടിപൊളിണ്ടാകും കാരണം ദ്വാർക്കുക അവിടെ പോയിട്ട് ദ്വാർക്ക ചൊല്ലേ എവിടെ കാബാലയത്ത് മുട്ട പോയിട്ട് ഇവിടെ അല്ല ദ്വാർക്കുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നില്ല എന്തെങ്കിലും സഹോദരന്മാരെ അതേപോലെ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായങ്ങളെ ആ സ്വഹാബത്തിലെ കബറിനെ കണ്ടിട്ടില്ലേ അല്ലെ സോഷ്യൽ മീഡിയത്തിലും കണ്ട അവിടെ സൗദി അറേബ്യത്തിൽ നേർക്ക് പോയ കണ്ടു ബദരീങ്ങളെ കബർ സ്ഥാനം കണ്ടു സഹോദരന്മാർ എത്ര ഉയർത്തത്തിലായിട്ട് അവിടെ കബറുള്ളത് ചിലത് നിലസമാനമായിട്ടുണ്ടോ ചിലത് ഒരു സ്റ്റാൻഡ് ഉയർത്തുണ്ടോ അങ്ങനല്ലേ മഹാന്മാർ അങ്ങനെ കാട്ടി മഹാന്മാർ ഈ ഭൂമി ലോകത്തിൽ ആറുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബത്ത് അങ്ങ് ആകാശത്തുള്ള നക്ഷത്ര പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മഹത്വമുള്ള ഒരു സ്വഹാബത്തിലെ കബറു ഭൂമിയിൽ നിന്ന് ഒരു ചാണ്ടപ്പുറം ഉയർത്തിട്ടുണ്ടാ സഹോദരന്മാരെ ഇത് കണ്ടെങ്കില്ലേ ഇത് നോക്കെങ്കില്ലേ നേരായിട്ട് നേർക്ക് നോക്കെങ്കില്ലേ സഹോദരന്മാരെ പിന്നെങ്ങനെ ഞങ്ങളുടെ റായത്തില് കബർ ഇങ്ങനെ ബെല്ലായിട്ട് വണ്ടി കബർ എന്തുകൊണ്ട് ഇങ്ങനെ പൊക്കി വന്നോണ്ടില്ലേ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു നല്ല ഒരു ബിസിനസ് ആയിട്ട് കബർ വ്യവസായ ചൊല്ലത് ഒരു രൂപത്തിലെ പൈസ ഇടണ്ട 10-15 പിന്നമ്മ ഒരു കൊറിയ കല്ലും സിമെന്റിന്റെയോ അധികമായ ലാഭം എടുക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് ഇത്രമാത്രം കബർ ബിസിനസ് ആയിട്ടുണ്ടോ കേരളത്തിൽ ചില കബറുണ്ട് ഏലം വെച്ചോണ്ടുള്ളവർ ആ കബറ് ഏലം വെട്ടാണ് ഗൊಂತುಂಡು ഇത് ನಾನು ಈ ಕಬರ್ 5 ವರ್ಷ ನೆನಪಾಟಿ ಅಂತ ಇದ್ರ ಕಾಂಟಿ 3 ಲಕ್ಷ ಪೈಸೆ ಉಂಡಾಕ ಚೊಂತುಲ್ಲೆ ആ അവസ്ഥയ്ക്ക് സമുദായം ഇട്ടിട്ടുണ്ട് ഇത് ചൊല്ലാണ്ടിക്കുകയില്ല സഹോദരന്മാരെ ഇത് ചൊല്ലാണ്ടിക്കുകയില്ല ഇത് ചൊല്ലുനൈറ്റിക്കത് എന്നുണ്ടെങ്കിൽ ആ കബറുകളിൽ ഒരു മനുഷ്യൻ അല്ലെ ചില കബറുകളിൽ ഒരു പൂൾ കൈയെത്തിക്കുന്നില്ലേ ചില കബറുകൾ മനുഷ്യന്മാരായിട്ട് ഇന്ന് ചില കബറുക മനുഷ്യന്മാരുടെ മിർഗമച്ചൊಂತ സംശയമുണ്ട് അങ്ങനത്തെ കബറ് മുട്ട പോയിട്ട് കബറ് സിയാറത്ത് ചൊല്ല പേരിൽ പോയിട്ട് 100 കൂട്ട ആവശ്യങ്ങളെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊണ്ട് ഈ പൗരോഹിത്യ ആക്കി ഉണ്ടുണ്ട് സഹോദരന്മാരെ അല്ലെ എന്ത് കയറ്റി കബൂർ സിയാറത്ത് ചൊന്തിണ്ട് പോയിട്ടുള്ളേ അവിടെ പോയിട്ട് ആ മഹാന്തിക്ക്
ಮಹಾನೇ ನಕ್ಕ ಮಕ್ಕಳಿಲ್ಲ, ನಕ್ಕೆ ಕಿಡಾವಡೆ ತರನು ಅಲ್ಲಾಹ್ ಕೇಳ್ಕೊನಾಯೇ ಆ ಕೇಳ್ವಿ ಆ ಪ್ರಾರ್ಥನೆ ಇಂದ ಕಬುರ್ ಆಲ್ಮಾಟಿ ಕೇಳ್ಕೊಂಡ್ರು ಸಹೋದರಮಾರೆ. ಇದು ಶಿರ್ಕಲ್ಲೇ ಸಹೋದರಮಾರೆ, ಇದು ಅಲ್ಲಾಹು ಸಮಮಾರ ഉണ്ടാക്കുന്നതല്ലേ. ഇങ്ങനെ ആക്കിയെങ്കിൽ മരണപ്പെട്ടു പോയെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ നങ്ക ഹറാമല്ലേ സഹോദരന്മാരെ. എത്ര തോല് ചൊന്നെങ്കിൽ നോക്കൊരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക സഹാബത്ത് ഫസ്റ്റ് ഗംഗ ഹിജ്റ പോയത് അബീസീനിയത്ത് എത്തിക്കരുത്. അങ്ങനെ ഹബീസീനിയത്തിൽ പോയ കൂട്ടത്തില് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അങ്ങനെ മാപ്പിളമാട്ടിക്ക് അബീസീനിയത്ത് ഹിജ്റ പോയവരു. അവിടെ ഹിജ്റ പോയ സന്ദർഭത്തില് അണ്ടത്തെ കാലത്ത് അബീസീനിയത്തില് ചമ്മ ചർച്ചിങ് ഉണ്ടു. ചർച്ചിങ് ചെന്ന് അവിടെ നസ്രാനിയാർ ജീവനാക്കിണ്ടിരുന്നവർ. ആ ചർച്ചിലൊക്കെ നല്ല എല്ലാ ഫോട്ടോങ്ങൾ ഉണ്ടു. വിഗ്രഹം അതായത് ആ മരണപ്പെട്ടു പോയ ആൾമാരെ കബറും അതേപോലെ അങ്ങനെ ഫോട്ടോങ്ങൾ ഉണ്ടു. അങ്ങനെ അബീസീനത്തെ തിരിച്ചു തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയ ചൊന്നപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഇന്ന ഉലൈക ഇദാ കാന ഫീഹിം റജുല സ്വാലിഹുൻ ഫമാത. അങ്ങനെ നിന്നിട്ട് മരണപ്പെട്ട് ഒരാൾ സ്വാലിഹായ മരണപ്പെട്ടു പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ആരെ വിഷയത്തില് ആ നസ്രാനികളുടെ വിഷയം ചൊല്ലേ. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടു പോയി ബനൗ അലാ ഖബറിഹി മസ്ജിദ, അങ്ങനെ കബറിന്റെ മേൽ അങ്ങ് പള്ളിയാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി തിൽക സ്വാർ. അതേപോലെ അങ്ങനെ പൊട്ടത്തെ അങ്ങനെ പ്രതിമയുടെ ഉണ്ടാക്കുന്ന ചൊന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഫഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമുൽ ഖിയാമത്തി. നാലാ ഖിയാമത്ത് നാളില് മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ഷർറായ ആൾമാർ ചൊന്തിങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് കബറിന്റെ മേൽ പല്ല് ഉണ്ടാക്കിയങ്ങ അങ്ങനെ ഫോട്ടോ വെച്ചങ്ങ ഇങ്ങായിട്ട് അള്ളാന്റെ പക്കൽ ഏറ്റവും ഷർറായ ആൾമാർ നാളെ ഖിയാമത്ത് നാളില് ചൊല്ലാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ സഹോദരന്മാരെ ഞങ്ങൾക്കിത് ബർക്കത്ത്? പിന്നെ എങ്ങനെ ഞങ്ങൾക്കിത് ദീനിലുള്ള കാര്യം അവിടെ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു ചാണ്ടിനെ കാട്ടി ഉയർത്തുന്ന എത്രത്തോളം പണ്ഡിതന്മാർ ചൊന്നൊരു സഹോദരന്മാരെ കബറിലെത്ത മണ്ണുണ്ടല്ലേ. ഇപ്പൊ ഞങ്ങൾ കബർ ഗുലി എടുക്കറ അതിലെത്ത മണ്ണുണ്ടല്ലേ, ആ മണ്ണിടെ കാട്ടി യാറ മണ്ണിടൊക്കെ തീരാ പോലും പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിവ കാണണ്ടേ. അത് കബർ ഉയർത്തൽപ്പെട്ട് സാഫി ഇമാം ഞങ്ങൾക്ക് പഠിപ്പാടുണ്ട്. ഭൂമിയിൽ നിന്ന് ഒരു ചാൻ ഉയർത്തരുത്, അല്ലെങ്കിൽ ಅದಕ್ಕೆ സമമായിട്ട് ഇക്കരുത്. ഞാൻ ഇഷ്ടപ്പെട്ട ചോത്താറ് ഷാഫി ഇമാം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ഔ നഹ്വഹു വയുഹിബ്ബു അൻ ലാ യുബ്നാ വലാ യുജസ്സസ ഫഇന്ന ദാലിക യുസ്ബിഹു സീനത വലൈസൽ മൗത. അയൽ ചൊന്തു കബറിന്റെ മേൽ എന്താങ്ങി കെട്ടാൻ ടിക്കരുതും അതേപോലെ ಅದಕ್ಕೆ സിമെന്റ് ഇടാട്ടിക്കരുതും ഞാൻ ഇഷ്ടപ്പെട്ട ആര് ചൊല്ലേ ഷാഫി ഇമാം ചൊല്ലേ എന്ന് ചൊന്തു ചൊന്നെങ്കിൽ കബറിന്റെ മേൽ എന്തായെങ്കിലും ബിൽഡിംഗ് കെട്ടരുത്, അത് അലങ്കാരമാകും, അത് അഹംഭാവമാകും. എന്നിട്ട് അയാൾ ചൊല്ലു മരണ ചൊല്ലത് അത് അലങ്കാരമല്ല അഹംഭാവമല്ല ചൊന്തೈತಿಕ್ರೆ ಎಂತ ಇಲ್ಲಿ ಚೊಲ್ಲು ನಾನು ಮುಹಾಜಿರಿಗಳ ಅನ್ಸಾರ್ಮಾರೆ ಸಹಾಬಿಗಳ ಕಬರ್ರೆ ಕಂಡ್ರೆ ಅದರ ಮೇಲೆ ಸಿಮೆಂಟ್ ಇಟ್ಟದೈತಿ ನಾನು ಕಂಡಿಟ್ಲ ಅಂತ ಐತಿಕ್ರೆ. ಇಮಾಮ್ ಶಾಫಿ ರಹಮುಲ್ಲಾ ನಂಗೆ ಬಡಿಪತ್ತಂದೆ ಎತ್ತರ ಸ್ಪಷ್ಟಮೈತಿಕ್ರೆ ಆರು ಅನ್ಸಾರ್ಮಾರ್ ಮುಹಾಜಿರಿಂಗ സ്വഹാബത്ത് എത്തിക്കുന്നത്. അങ്ങനെ കബറ് ഞാൻ ഒരു സിമെന്റ് ഇട്ടതായിട്ടാ ഒരു സുന്ന ഇട്ടതായിട്ടാ ഞാൻ കണ്ടിട്ടില്ല ചൊല്ലാറ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പാത്തന്നെ. അത്ര സ്പഷ്ടമായി തിക്കറ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പണ്ഡിതന്മാരും അള്ളാന്റെ ഖുർആനും റസൂലിന്റെ തിരു സുന്നത്ത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിപ്പാത്തണ്ട്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തൽപ്പെട്ട ഒരു കബറിനെ നീന് നെലസമാക്കാണ്ട് ബുടോഗു തീരാ ചൊന്തൈത്തിക്കറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ കബറ് ഗുലിയെടുക്കറ അതിന് മണ്ണേ മാത്രമേ ഇടോഗുണം ചൊല്ലേ അത് എത്ര ഒരു ചാൻ ഉയർത്തുക മാത്രമേ. എന്നിട്ട് ഇന്ന് ചില ആൾമാർ അതൊക്കെ പേരെഴുതിട്ട് കല്ലുങ്ങളെ ബേക്കു അത് വിരോധിക്കൽപ്പെട്ടേറ്റിക്കുന്നത്. ഒരു കല്ല് വേണമെങ്കിൽ ബേക്കാ അത് കബർ ചൊന്ത് ഗുർത്ത് പിടിക്കുക മാത്ര. ഇന്നാളുടെ പേര് അതിന്റെ മരണ ഡേറ്റ് അതിന്റെ ജനന ഡേറ്റ് എഴുതി ബേക്കരുതും ഇത് ഇസ്ലാം വിരോധിച്ചതായിട്ടിരിക്കുക. സഹോദരന്മാരെ ಇದಕ್ಕೆ യാതൊരു അടിസ്ഥാനം ഇല്ലാണ്ടായിട്ടിരിക്കുക ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കടെ ഹക്കായിട്ട് മനസ്സിലാക്കും, ബാത്തിലായിട്ട് വിട്ടുപിടുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരണം കഴിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಡು ಓರೋತಟಿಗೆ ಉಪದೇಶಿಸುವಂತಿಲ್ಲ, ವಸಿಯತ್ತಾಕೊಂಡಿಲ್ಲ. സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ കബറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള വിഷയമായിത്തേക്കുന്നത്. അപ്പൊ കബൂർ ചൊല്ലത്
ഭൂമിയുടെ ഒരുച്ചാണ്ട് കാണ്ടിയാറ ഉയർത്തൽപ്പെടുത്തീറ അത് ಅದೇ ಲೆವೆಲ್ ಹಾಕಿಂಗೂ ತೊಂದರೆ ಇಲ್ಲ. ಇನ್ನು ಒಯರ್ತರಂಗೆ ಒರ್ಚಾಂಡ್ ಅಪರ ಉಯರ್ತೋಗು ತೀರಾ ಚೊಂತ ಇತ್ತಿಕ್ರಿ. ಅದ್ರ ಮೇಲೆ ಬಿಲ್ಡಿಂಗ್ ಕೆಟ್ಟೋಗು ತೀರಾ, ಅದ್ರ ಮೇಲೆ ಬೇರೆ ಎಂದ ಹಿಂಗ ಸಿಮೆಂಟ್ ಇಟ್ಟಾರ അല്ലെങ്കിൽ ಸುಣ್ಣ ಇಟ್ಟಾರ അല്ലെങ്കിൽ ಅದ್ರ ಮೇಲೆ ದೈಕ್ರದ ഇതൊക്കെ ഇസ്ലാം വിരോധിച്ചത് ഇത്തിക്കര്. കാരണം കബൂർ ചൊല്ലുന്ന ഒരു അലങ്കാര പക്ക അല്ല ചൊന്ത ഇത്തിക്കര്. ഇമാം ഷാഫി റഹ്മുല്ലാ ഞങ്ങൾക്ക് പഠിപ്പാട്ടണ്ടേ. ഇന്ന് കബൂർ മുട്ട നടന്നോണ്ടില്ലേ ಇನ್ನೊರು ಅನಾಚಾರ ಇತ್ತಿക്കര്. ഇന്ന് ഞങ്ങൾക്ക് കണ്ണോണ്ടുള്ളത് ഖുർആൻ പാരായണ ഇത്തിക്കര്. ജാവും പോലും ഒരാൾ മരണപ്പെട്ടു പോയിട്ടെങ്കിൽ അവിടെ ടെന്റ് ഇട്ടിട്ട് ജാവും പോലും അല്ലെ 30 ജ്യൂസ് ഖുർആൻ ഇങ്ങനെ കഥ തീർக்கிறವರು നോൺ സ്റ്റോപ്പ് ഖുർആൻ മൂത്ത് ഞങ്ങൾക്ക് കാണുവാക്കിട്ട് സഹോദരന്മാരെ ഒരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്, വലാ തജ്അലു ബുയൂതകും ഖുബൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊಂತು നിങ്ങൾ ഔത്ത് നിങ്ങൾ ഖബർസ്ഥാൻ ആക്കുക തീര ചൊಂತು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ಅದರರ್ಥ നിങ്ങൾ ഔത്തിൽ ഖബർസ്ഥാൻ ആക്കുക തീര ചൊന്നെ നിങ്ങൾ ഔത്തിൽ ഖുർആൻ ഓതോನು നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ നിങ്ങൾ ഔത്തിൽ നിങ്ങൾ എന്താക്കണു ഖുർആൻ ഓതോನು. അപ്പൊ ഖബർസ്ഥാൻ ആക്കുക തീര ചൊന്നെങ്കിൽ കബൂർ മുട്ട എന്തേ ഇല്ല ഖുർആൻ ഓത്ത് ഇല്ല ചൊന്ത ഇട്ടിക്കര്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ടേ കബൂർ മുട്ട പോയിട്ട് നിസ്കരിക്കുക തീരാ, കബൂർ മുട്ട പോയിട്ട് ഇങ്ങനെ അതേപോലെ ഖുർആൻ ഓത്ത് ഇല്ല ചൊന്ത ഇട്ടിക്കര്. വലാ തജ്അലു ബുയൂതകും ഖുബൂറ. അതായത് നിങ്ങളെ ബുയൂത്തിനെ നിങ്ങൾ ഔത്തെ നിങ്ങൾ കബൂർസ്ഥാൻ ആക്കുക തീര ചൊന്തയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞങ്ങൾക്ക് കാണുകിട്ട് ഒരാൾ മരണപ്പെട്ടു പോയിട്ടെങ്കിൽ അല്ലെ അവിടെ ജാവ് ടെന്റ് ഇട്ട് ലൈറ്റ് ഇട്ട് ജാവും പോലും ഖുർആൻ ഓതുന്നത് കാണുകിട്ട്. ഇത് ഒരു അടിസ്ഥാനമില്ല സഹോദരൻ. ഇത് ഒരു ബിദ്അത്തായ വിഷയത്തിക്കര്. ദീനിൽ വന്ന പുതിയതായ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹാബത്ത് മരണപ്പെട്ടു പോയില്ലേ, അതിൽ എത്രമാ ഷഹീദായില്ലേ. ഏതെങ്കിലും ഒരു സഹാബത്തിനെ കബൂർ മുട്ട പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അൽ ഫാത്തിഹ വിളിച്ചത് അല്ലെങ്കിൽ ഇഖ്ലാസ് ഫലക് നാസ് ഓതിയത് ഞങ്ങൾക്ക് കാണുകിട്ട സഹോദരന്മാർ. ഏതെങ്കിലും ഒരു പ്രമാണത്തില് ഞങ്ങൾക്ക് കാണുകിട്ട ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്ര ആൾ ഷഹീദായിട്ട് പോയില്ലേ. അള്ളാഹുവിന്റെ റസൂൽ ബുൾപുട്ടിട്ടില്ലേ ചില ഷഹീദരെ ആ മരണത്തെ നോക്കിയിട്ട് ബുൾപുട്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രതിഫലായിട്ടായെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതു നിಂತೆ ഒരു അൽ ഫാത്തിഹ ആയിട്ടായെങ്കിൽ അവിടെ ഓതു നിಂತೆ എവിടെയെങ്കിലും ഉണ്ടാ സഹോദരന്മാരെ? പ്രമാണത്തില് ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനത്തെ ഖുർആൻ ഓത്തുക കബൂർ മുട്ട ഇല്ല എന്ന് എത്തിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇന്നൊരു വിദഅത്തായ കാര്യം എത്തിക്കുന്നത് തൽക്കീന് ഓതുന്നത് അല്ലെ. ഒരു മയ്യത്ത് കബറടിക്കൽ പിന്നെ ആ കബറിന്റെ മേൽ വെച്ചിട്ട് ഒരാൾ കടന്നു വന്നിട്ട് അല്ലെ ക്വസ്റ്റ്യനും ആൻസറും മേൽഡിങ്ങനെ ചൊന്നു കൊടുക്കുരേ. ഇതാ ഇപ്പൊ നിന്റെ മുട്ട രണ്ട് മലായിക്കിങ്ങ ಬಂದವರು ಹಾಗೆ ಬಂತಿಂದ ಕೇಳ್ರು ಆರೈಟಿಗೆ ರಬ್ಬು ರಸೂಲ್ ಬಗ್ಗೆ ಕೇಳ್ರು, അതേപോലെ ഇമാമിന്റെ വിഷയം കേൾക്കുറോ, അതേപോലെ ദീന്റെ വിഷയം കേൾക്കുറോ. നീನು ഉത്തര ചൊന്നു കൊടു ചൊന്തിങ്ങനെ കബറിന്റെ മേൽ ഇങ്ങനെ ചൊന്നു കൊടുക്കുന്ന സമ്പ്രദായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല. കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പാത്തണ്ട് ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത് ഇസ്തഗ്ഫിറൂ ലി അഖീകും വസല്ലൂ ലഹു ബിതസ്ബീത് ഫഇന്നഹു ആന യുസ്അലു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നിങ്ങളെ സഹോദരർക്ക് ബേനായിട്ട്, അതായത് നിങ്ങളെ സഹോദരരെ കബറടിക്കൽ പിന്നെ ആ സഹോദരരെ ബേനായിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ കേൾക്കുറു. അയാൾക്ക് ധൈര്യത്തിന് സ്ഥൈര്യത്തിന് ബേനായിട്ട് നിങ്ങൾ എന്താക്കറു അല്ലാഹുവിന്റെ പ്രാർത്ഥിക്കൂ. കാരണം അതിലിപ്പ പ്രശ്നിക്കൽപ്പെട്ടുണ്ടോ മലായിക്കായിട്ട് ക്വസ്റ്റ്യൻ കേട്ടുണ്ടോ, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുമ്പോഴേനായിട്ടും അതേപോലെ അതിലേക്ക് സ്ഥൈര്യത്തെ ബേനായിട്ട് നിങ്ങൾ തസ്ബീത്ത് ചൊല്ലറു. പണ്ഡിതന്മാർ അത് ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് വടിപ്പാട്ടു ഞങ്ങൾ ചൊല്ലതായിട്ടിക്കത് അല്ലെ. മയ്യത്തടിക്കൽ പിന്നെ എത്രത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ ഒരു വണ്ടിടെ അർത്തിട്ട് അതിന് ഏർച്ചയാക്കിട്ട് അതിന് വിത്തറിനാക്കോളം നിങ്ങൾ അയാൾക്ക് ബേനായിട്ട് തസ്ബീത്ത് ചൊല്ലുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബത്ത് സുദീർഘമായിട്ട് ഓതിയപ്പ അല്ലെ പെറോത്തിൽ നിന്റെ മാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟಪ್ಪ. ಆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆ ಇಮಾಮ್ ನಿಂದ ಸಹಾಬ್ ಚಂತು ಆ ಫತ್ತಾನ ಮುಆದೆ ನೀನ್ ನಿಸ್ಕಾತ್ಲು ಫಿತ್ನ ഉണ്ടാക്കണമ്മ ನೀನ್ ನೋಕನು നിന്റെ പെറോത്തിൽ നിസ്കാരത്തെ നിക്കറങ്ങ യാത്ര പോണ്ടങ്ങ ഇട്ടിക്കറു ഉഷാറിലെ തങ്ങ ഇട്ടിക്കറു. അതുകൊണ്ട് നീ സുദീർഘാക്കു തീരച്ചൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിക്ക് തസ്ബീത്ത് ചൊല്ലിയ വിഷയത്തിൽ വരുമ്പോ നിങ്ങൾ സുദീർഘമായിട്ട് അവിടെ ചൊല്ലുവാൻ ചൊന്തായിട്ട് അവിടെ ആര് അർജന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണന എത്തിട്ടില്ല. കാരണം എന്തേ നിങ്ങളെ കാട്ടി ആറ് പ്രയാസത്തിൽ ആ മനുഷ്യനുണ്ട് കബറിലോ. അതുകൊണ്ട് അതിന്റെ ധൈര്യത്തിന് സ്ഥൈര്യത്തെ വേണ്ടിയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ സംബിഹി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅ ചൊല്ലിട്ട് ഒരു തസ്ബീത്തിനെ
പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാറ്റന്നോರು അള്ളാഹു ഈ മനുഷ്യಗಿಪ್ಪ ಈ ಸಹೋದರನ ಪ್ರಶ್ನೆ ಕೇಳ್ಕೊಂಡಾರೈತಿಗ್ರಿ ಅಲ್ಲ ಸ್ಥಿರಮಾയിട്ട് ನಿಪ್ಪಾಟನು ಅಲ್ಲ ಕಪುರ್ನಿ ವಿಶಾಲಮಾಯ್ಕಿ ಕೊಡ್ಕೊಂಡ್ ಚೊಲ್ಲುಲ್ಲೆ തസ്ബീത്ത് ഐത്തിക്ക് ഞങ്ങൾക്ക് പഠിപ്പാത്തന്നെ അതല്ലാണ്ട് തൽക്കീൻ അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ ഇതൊക്കെ അനാചാരമായി തിക്കിയത് സഹോദരന്മാരെ ഒരു മനുഷ്യൻ മച്ചു പോയാൽ പിന്നെ ഇയാൾ നിന്നിട്ട് പോപ്പേരിപ്പെട്ട് സഹോദരന്മാരെ ഇന്നെ ജന്ന് മലായിക്കങ്ങളുണ്ട് അങ്ങ് പ്രശ്നം കേൾക്കണം നീ ചൊല്ലു അള്ളാഹു റബ്ബു ചൊല്ല് മേൽ നിಂತು ചൊന്നു കൊടുക്കുന്ന വ്യവസ്ഥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കീനുണ്ടു ഇല്ല ചൊല്ല് എപ്പൈത്തിക്കര് മരിക്കരയ്ക്ക് മൂന്നോന്നും ഐത്തിക്ക് തൽക്കീനുള്ളത് ഏതൈത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ മരണാസന്ന വേളയില് നിങ്ങൾ എന്താക്കോರು ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക അതൈത്തിക്ക് തൽക്കീനുല്ല ആ സന്ദർഭത്തില് അതല്ലാണ്ട് കബർ മുട്ട പോയിട്ട് ഒരു തൽക്കീനും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തല്ല അപ്പൊ ഈ കാര്യത്തെ സ്പഷ്ടമായിട്ട് സമുദായം ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഇത് ആര് ദൂരല്ല ആര് അർശവർണ്ണം ചൊല്ലുകയില്ല അതായിട്ട് ഹക്കായ വിഷയത്തിക്കര് സത്യമായ വിഷയത്തിക്കര് ഇണ്ട് ഞങ്ങൾക്ക് കാണില്ലേ എവിടെ മയ്യത്തിക്കര് കൊട്ട ಬಂತು കബർ അടിക്കിട്ട് അവിടെ ഖുർആൻ പാരായണായിട്ട് നാൾക്ക് പോകുമ്പോ ഇങ്ങനെ കബർ ഉയർത്തിട്ട് അവസാനം അതിൽ നിന്ന് ബിൽഡിംഗ് ಬಂತು അവസാനം ഉറൂസും അവിടെ കടന്നു വണ്ടത് ഞങ്ങൾക്ക് കാണുക കിട്ടും സഹോദരന്മാരെ അല്ലെ ഒരു ഉറൂസുകൾ കാണുമ്പോ അവിടെ പരലോകത്തെ നെനപ്പ് വേണ്ടമാ അതല്ല ഭൂമി ലോകത്തെ നെനപ്പ് വേണ്ടമാ ഏത് നെനപ്പുണ്ട് സഹോദരന്മാരെ കബറുങ്ങ അലങ്കരിച്ചിട്ടിക്കര് നല്ല ലൈറ്റ് എല്ലാം ഇട്ടിട്ട് പഠിപ്പായിട്ടുള്ള സഹോദരന്മാരെ മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നു ഇത്ര മാത്രം തുല്യ ശോഷണങ്ങളെ മനസ്സിലാക്കുന്നു ಇದರ ವಿರುದ್ಧ ನಂಗೆ ಧ್ವನಿ ಎತ್ತೋನು ಇದು ಸಮುದಾಯಕ್ಕೆ ಎತ್ತುಪಾಟ ಬಾಧ್ಯತೆ ಓರ್ ಮುವಹಿದ್ ಮೇಲುಂಡು ഇല്ല സഹോദരൻ ഒരു 3 വർഷ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നില്ലേ ഈ തൗഹീദ് എന്നെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കഷ്ടവന്ത് ലൈലവന്നഹാര ജാവും പോൽ ചൊന്നെങ്കിൽ ഈ ശിർക്ക് സംഭവിക്കോത്തീരാ തന്റെ കൗമുട്ടി ശിർക്ക് സംഭവിക്കോത്തീരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം അടിയും അങ്ങനെ കൈതന്റെ പറിച്ചലും അവസാന ബഹിഷ്കാരം എല്ലാം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതിനൊക്കെ നേരിട്ട് എന്ന് കൈത്തിക്കര് ആ സമുദായത്തെ മുന്നിൽ ഇത് നേരിട്ടെന്ത് ഈ ആൾമാർ നരകത്തിക്ക് എത്തുത്തീരെ ചൊല്ലു ഒരേ ഒരു നല്ല മനസ്സുകൊണ്ട് എത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽമാരെ ദൗത്യം എത്തിക്കര് ഞങ്ങൾ നിർവഹിക്കണായത് അത് ആൾമാർക്ക് എത്തുപാട്ടനെത്തിക്കര് അത് ആര് ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെന്നും ഈ ശിർക്ക് ചൊല്ല് മഹാപാപത്തെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ ചൊല്ല് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി അല്ലാഹു അവനക്ക് ശിർക്കാക്കരുത് അല്ലാഹു ഒരിക്കലും പുറത്തു തന്നില്ല അതല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിച്ചെങ്കിൽ പുറത്തു കൊടുക്കൂ അല്ലെങ്കിൽ നരക ശിക്ഷ കുറേണ്ട കാലം കൊടുത്തിട്ട് പിന്നെ സ്വർഗത്തെ അങ്ങിടൂ അതിന്റെ ശിർക്ക് സംഭവിച്ച സഹോദരന്മാര് എല്ലാം പൊലിഞ്ഞു പോയിട്ട് അതൊക്കെ എത്തിക്കര് ഈ അള്ളാഹുടെ ഭവനം എത്തിക്കര് ഇവിടെ ഉള്ളത് ഈ മിമ്പർ ഐക്കിത്തിക്കര് ഈ തൗഹീദും സുന്നത്തിനും ആൾമാർക്ക് എത്തുപാട്ടുള്ളത് എത്തിക്കര് അതുകൊണ്ട് ഇത്ര മാത്രം കബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തില് ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോർത്തോളം തൗഹീദിന്റെ സുന്നത്തിന്റെ മാർഗത്തിൽ ജീവനാക്കൂ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ നൊന്തൊല്ല ശിർക്കൻ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിൻ്റെ അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ മരിക്കുമ്പോ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സീക്ക് കൊണ്ട് കഷ്ടപ്പാട് പണ്ട് എത്രമാ സഹോദര സഹോദരിമാരുള്ളവർ ഒരു പെണ്ണിങ്ങോ ഒരു സഹോദരിയായ പെണ്ണിങ്ങോ ഉഷാറില്ലാണ്ടുണ്ടോ ദ്വാർക്ക് വസിയത്താക്കിರೋ ഷാഫിയ റബ്ബു ആ സഹോദരിക്ക് പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ നമ്മുടെ പ്രയാസത്തിൽ അള്ളാഹു ഞങ്ങളെ കാത്തു സലാമത്താക്കട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ നമ്മുടെ ശിർക്കൻ വിശ്വാസത്തിൽ ബിദ്അത്തിൽ അള്ളാഹു ഞങ്ങളെ കാത്തു സലാമത്താക്കട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോ ആ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി യഥാർത്ഥ സൗഭാഗ്യത്തെ ആൾമാരായിട്ട് അള്ളാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ